എല്ലാവർക്കും നമസ്കാരം. മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓട്ടോഡെസ്ക് മായയിൽ എങ്ങനെ ഒരു എഡ്ജിനെ ബെവൽ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കൊരു ഒബ്ജക്റ്റ് സീനിലേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് നമുക്ക് ക്രിയേറ്റിൽ പോയിട്ട് പോളിഗൺ പ്രിമിറ്റീവ് സെലക്ട് ചെയ്ത് ഇവിടെ ക്യൂബ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു ക്യൂബ് എടുക്കാം. ക്യൂബ് എടുത്തിട്ട് ഇതിൻ്റെ എഡ്ജ് സെലക്ഷനിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡ്ജിലേക്ക് പോകാം. എഡ്ജിലേക്ക് പോയിട്ട് ഏത് എഡ്ജാണോ നമുക്ക് ബെവൽ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു വർക്ക് സ്പേസിൽ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബെവൽ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബെവൽ കമ്പോണൻ്റ് എന്ന് കൊടുത്ത്. അത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ വരും. അതോടൊപ്പം നമുക്ക് കുറച്ച് ഓപ്ഷൻസും കിട്ടും. ഇതിൻ്റെ അകത്ത് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്കതിൻ്റെ ഡിസ്റ്റൻസ് എത്രമാത്രം ഇത് ബെവൽ ചെയ്യണം, ആ എഡ്ജ് ബെവൽ ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ടാണ് അതിൻ്റെ വാല്യൂ. സെഗ്മെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സെഗ്മെൻറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഡെപ്ത് ഉണ്ട്. ഡെപ്തിൻ്റെ വാല്യൂ നമുക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യാനും കഴിയും. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് അത്രേ ഉള്ളൂ. പിന്നെ ക്യാംഫർ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ക്യാംഫർ അതിനെ എത്രമാത്രം ബെൻഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഷാർപ്പായിട്ട് തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ക്യാംഫർ ഓഫ് ചെയ്യാം. ഇപ്പോൾ സ്മൂത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്യാംഫർ ഓണിൽ ഇരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾ ക്യാംഫർ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. ക്യാംഫർ ഓൺ ആണെങ്കിൽ സെഗ്മെൻറ്റ് 2 കൊടുത്താൽ മാത്രമേ ഇതുപോലെ ബെൻഡ് വരത്തുള്ളൂ. ക്ലിക്ക് ചെയ്ത ആ ഓപ്ഷൻസ് പോകും. അതോടൊപ്പം നമുക്ക് ആട്രിബ്യൂട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റ് മോഡിൽ പോയിട്ട് ആട്രിബ്യൂട്ട്സ് വന്നാൽ ഇവിടെ പോളി ബെവൽ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പം ഒന്നും ചെയ്യാതെ ഇപ്പം ഒരു ആക്ഷൻ ഇൻ ദ സെൻസ് ഇപ്പോൾ ഈ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് മൂവ് ചെയ്തു, അതല്ലാണ്ട് ഇവിടെ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്തു. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പോളി ബെവലിൽ വന്നിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചിലയിടങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ ഡിസോർട്ട് വാല്യൂസ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എഡ്ജ് ഇങ്ങോട്ട് ചാടും, അത് ഫേസ് മൊത്തത്തിൽ ഷിഫ്റ്റ് ആവും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. നമുക്ക് കൺട്രോൾ Z അടിച്ച് ബാക്കിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഈ ബെവൽ ചെയ്തത്. അല്ലാത്ത പക്ഷം നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഷോർട്ട് കട്ടാണ്. അതാണ് യൂഷ്വലി എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ അതിനായിട്ട് കൺട്രോൾ B കൊടുത്താൽ മതി. നമ്മൾ എഡ്ജ് സെലക്ട് ചെയ്ത് കൺട്രോൾ B കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാം, ഡെപ്ത് മാറ്റിയെടുക്കാം, ക്യാംഫർ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം. അതുകൂടാതെ ഫാക്ഷൻ്റെ വാല്യൂ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട 2 ഓപ്ഷൻസ് ആക്ച്വലി ഷോർട്ട് കട്ട്സ് ആണ്. ഇപ്പോൾ നമുക്കൊരു വേറൊരു വഴി കൂടെ ഉണ്ട് ബെവൽ ചെയ്യാനായിട്ട്. അതിനായിട്ട് നമുക്ക് മെനു ബാറിൽ പോയിട്ട് എഡിറ്റ് മെഷിൽ പോയിട്ട് ഇവിടെ കിടപ്പുണ്ട് ബെവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ഓപ്ഷൻ നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് ബാറിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലൊരു വിൻഡോ കിട്ടും. അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് ഒബ്ജക്റ്റ് മോഡിൽ പോയിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പിന്നെ ഒരു ക്യൂബ് കൊണ്ട് എടുത്തിട്ട് നമുക്ക് എഡ്ജ് മോഡിൽ പോയിട്ട് ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് ബെവൽ ചെയ്യാം. ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് ബെവൽ ചെയ്യുമ്പോൾ എൻ്റെ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യാൻ കഴിയും, ഡെപ്ത് ഡിഫൈൻ ചെയ്യാൻ കഴിയും, അതിൻ്റെ ക്യാംഫർ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. എല്ലാ തവണയും നമ്മൾ ബെവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബെവൽ പോലത്തെ ടൂൾസ് ആക്സസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഇത് ഇവിടെ കണ്ടില്ലെങ്കിൽ, സ്ക്രീനിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് ആട്രിബ്യൂട്ട് എഡിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ ഓപ്ഷൻസ് കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.